ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് സ്തുതിയും സ്തോത്രവും മഹത്വവും ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യത്തോടെ, പ്രതീക്ഷയോടെ, അത്യാഗ്രഹത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും ഓരോരോ ആത്മീക ചിന്തകളാൽ നമ്മെ ഉദ്യമിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രേരണ തരികയും ചിലപ്പോഴൊക്കെ നമ്മളെ ഞെക്കിക്കഴുകി ശുദ്ധരാക്കുകയും ചെയ്യുവാൻ ഈ അല്പസമയത്തെ വചന ശുശ്രൂഷ കൊണ്ട് ദൈവമായ കർത്താവ് ഇടയാക്കുന്നത് നിങ്ങൾക്കൊരുപാട് പേർക്ക് അനുഗ്രഹമാണെന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ 5-ാം വർഷത്തിലും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് വചനം തന്ന് തൃപ്തരാക്കി നമ്മെ ധന്യരാക്കുന്ന ദൈവത്തിന് ഒരുപാട് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ധന്യത ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഹോശയ പ്രവചനത്തിൽ നിന്നാണ്. ഹോശയ പ്രവചനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹോശയ പ്രവചനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രായിമിൻ്റെ അകൃത്യവും ശമരിയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ എഫ്രായിമിൻ്റെ അകൃത്യവും ശമരിയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. ഹോശയ പ്രവചനത്തെ വേദപുസ്തകത്തിലെ ക്ലിനിക്കൽ റൂം എന്നാണ് ആലങ്കാരികമായിട്ട് വേദപഠിതാക്കൾ വിളിക്കുന്നത്. 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ബൈബിളിനെ 66 മുറികളുള്ള ഒരു സൗധമായി, ഒരു കെട്ടിടമായി കണക്കാക്കിയാൽ ഓരോ പുസ്തകത്തിനും ഓരോരോ പേരുകൾ. ഒരു വീടിന് പല മുറികളും പല ഉപയോഗമല്ലേ? അടുക്കള, വരാന്ത, ഹോൾ റൂം, ബെഡ്റൂം, സ്വീകരണമുറി എന്നൊക്കെ പറയുന്നത് പോലെ 66 പുസ്തകങ്ങൾക്കും പേരിട്ട് വിളിക്കുന്ന നല്ല സരസരായ പ്രസംഗികർ കേരളത്തിലുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്. വണ്ടർഫുൾ. അതിൽ ഹോശയ പ്രവചനത്തെ ഈ വലിയ മനോഹര സൗധത്തിനകത്തെ ക്ലിനിക്കൽ റൂം, ചികിത്സാ റൂമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് കാരണം ഈ പുസ്തകത്തിനകത്ത് ദൈവം ഒരു വൈദ്യനെ പോലെ ചികിത്സിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സൗഖ്യമാക്കുക, ചികിത്സിക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ദൈവത്തിന് സൗഖ്യമാക്കാൻ ഒരു നിമിഷം മതി. പൊയ്ക്കോ, നിൻ്റെ മകൾ സൗഖ്യമായിരിക്കുന്നു എന്ന് കനാന്യ സ്ത്രീയോട് പറഞ്ഞു. ഒറ്റ വാക്ക്, ഒരു നിമിഷം അവിടെ സൗഖ്യം നടന്നു. ശതാധിപൻ്റെ ഭൃത്യൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ. പൊയ്ക്കോ, നിൻ്റെ ഭൃത്യൻ സൗഖ്യമാക്കി. അവിടെ ചികിത്സയില്ല, അഡ്മിറ്റാക്കുന്നില്ല, പറയുക, സൗഖ്യമാക്കുക. ആ കരുത്തും കഴിവും ദൈവത്തിനുണ്ട്. ദൈവം സൗഖ്യദായകനാണ്. എന്നാൽ ഹോശയ പ്രവചനം സൗഖ്യം കൊടുക്കുന്നു എന്നല്ല പറയുന്നത്, ചികിത്സിക്കുന്നു. 2 പദങ്ങളും തമ്മിൽ എന്നെ കേൾക്കുന്നവർ സശ്രദ്ധം ഹൃദയത്തിൽ സംഗ്രഹിക്കണം കേട്ടോ. ഈ പ്രവചന പുസ്തകത്തിൽ, ഹോശയ പ്രവചനത്തിൽ ദൈവം ഒരു വൈദ്യനെ പോലെ, ഒരു ആയുർവേദ ചികിത്സകനെ പോലെ അരയും തലയും മുറുക്കി നിൽക്കുക. എന്തിന്? തൻ്റെ ജനത്തെ ചികിത്സിക്കാൻ. ദൈവം ചികിത്സിക്കാൻ തുടങ്ങുന്നു. ഒരു ഡോക്ടർ, നിങ്ങൾക്ക് കുറേ നാളായിട്ട് ദഹനം നടക്കുന്നില്ല, ആഹാരത്തോട് വെറുപ്പ് തോന്നുന്നു, കട്ടിലേന്ന് ഉറക്കമുണർന്നാൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും ചെന്നിരുന്നാൽ അങ്ങ് ഉറക്കം തൂങ്ങുന്നു, ഒന്നിനോടൊരു ഉന്മേഷമില്ല, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത തളർച്ചയും പ്രയാസവും തോന്നുന്നു, എന്തൊക്കെയോ അസ്വസ്ഥത. അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പിള്ളേർ വന്ന് നിങ്ങളെ കൊണ്ടുപോവുക. ചെന്ന വഴി ഇച്ചിരി ഗുളികൻ തന്നിങ്ങ് വിടുന്നതല്ല, അതൊരു ഫസ്റ്റ് എയ്ഡ്. പക്ഷേ ഡോക്ടർ ചികിത്സിക്കാൻ നിങ്ങളെ ഏറ്റെടുക്കുകയാണ്. അപ്പം ആദ്യം പറയും, ഇന്ന് നമുക്ക് മൊത്തത്തിൽ ലാബ് ടെസ്റ്റ് നടത്താം, മൊത്തം ഒന്ന് ടെസ്റ്റ് നടത്താം. ആകെപ്പാടെ മൊത്തത്തിൽ ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി വിധേയപ്പെടുക. 10,000 രൂപ 8,000 രൂപ ചിലപ്പോൾ ചിലവാകും. 3-4 ദിവസം കഴിയുമ്പോഴേ റിസൾട്ട് വരുള്ളൂ. വീണ്ടും ചെല്ലുക. അന്ന് റിസൾട്ടെല്ലാം വെച്ച് നോക്കി. അപ്പോൾ ഡോക്ടർക്ക് ചില സംശയങ്ങളുളവായി.
ഈ റിപ്പോർട്ടിനകത്ത് ഈ ലാബ് ടെസ്റ്റിനകത്ത് ഇങ്ങനെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അതിന്ന ഗ്രന്ഥിയുടെ ഉൽപ്പാദനം കുറഞ്ഞതാണോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതാണോ വീണ്ടും നോക്കുക. അപ്പോൾ ചിലപ്പോൾ സ്കാനിങ്ങിലേക്ക് വിടുക, അടുത്ത ചികിത്സയുടെ ഭാഗം. ഒറ്റ ദിവസം കൊണ്ട് തീരില്ല. അപ്പോൾ ഡേറ്റ് എഴുതി തരുന്നു, 15-ാം തീയതി നമുക്ക് രാവിലെ 7 മണിക്ക് വരണം, വെള്ളം കുടിക്കരുത്, സ്കാനിങ് ഉണ്ട്. അങ്ങനെയൊക്കെയല്ല ചികിത്സ. ഓടി വന്നിട്ട് ഒരു കെട്ട് ഗുളിക വന്നും കൊണ്ടുപോകണോ ചികിത്സ? അല്ലല്ലോ. അവിടെ വന്നു സ്കാനിങ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നിങ്ങളുടെ ഉള്ളിലെന്തോ നിങ്ങൾക്ക് ചേരാത്തത് വളരുന്നുണ്ട്. പിന്നെ അടുത്ത തലത്തിലേക്ക് മാറി. അത് ഒരു ഓപ്പറേഷന് വിധേയപ്പെടേണ്ടി വരുമോ, ബയോപ്സിക്ക് അയക്കേണ്ടി വരുമോ? അടുത്തത് റിപ്പോർട്ട് വന്നപ്പോൾ ഇച്ചിരി പ്രശ്നം ഗുരുതരമാണ്. അപ്പോൾ പിന്നെ നീണ്ട ദിവസങ്ങൾ ഒരു കോഴ്സാണ്. അത് 5 പ്രാവശ്യമായിട്ട് 5 ഘട്ടങ്ങളായിട്ട് ചെയ്യണം. ചികിത്സ തുടരുകയാണ്. അതല്ലേ ചികിത്സ. ദൈവം തമ്പുരാൻ ഓടിങ്ങ് വന്നിട്ട് സൗഖ്യമായി പൊക്കോളാൻ പറയുക മാത്രമല്ല, വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടിട്ട് ഓടിപ്പോവുകയല്ല, ചില എണ്ണമേത്ത് പുരട്ടിയിട്ട് പൊക്കോളാൻ പറയുകയല്ല. ചിലരെ ചികിത്സിച്ചെങ്കിലേ രക്ഷപ്പെടത്തുള്ളൂ. അത്ഭുതം കൊണ്ട് ഓടി വന്നിട്ട് ഒരു കുപ്പി വെള്ളം പ്രാർത്ഥിച്ചുകൊണ്ട് പോയത് കൊണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് എല്ലാവരോടും പറയില്ല. ചിലരെ കാണുമ്പോൾ ദൈവം പറയും, നിങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്കൊരു ചികിത്സ ആവശ്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? ഈ ഹോശിയ പ്രവചനത്തിൽ യഹൂദ ജനത്തെ ഓടി ഇങ്ങ് വന്നിട്ട് ഒരു ക്ലാസ് എടുത്ത് വിടാൻ പറ്റില്ല, ഒരു പ്രസംഗം പ്രസംഗിപ്പിച്ച് വിടാൻ പറ്റില്ല, ചില വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത് വിടാൻ പറ്റില്ല, ക്യൂ നിന്ന് വരിവരിയായിട്ട് നിന്ന് തലയെ കൈവച്ച് ഓരോരുത്തരോട് പ്രവചിച്ച് വിടാൻ പറ്റില്ല. ഇവരെ ചികിത്സിച്ചെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അടുത്ത ആസ്പത്രിയിൽ പോകുന്നുണ്ടോ? 6 മാസം കൂടുമ്പോൾ പിള്ളേർ നിങ്ങൾക്ക് ടെസ്റ്റിന് വേണ്ടി നിങ്ങളെ വീണ്ടും ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ടോ? പെറ്റ് സ്കാൻ പോലത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ, എനിക്കറിയില്ല, പുതിയ കുറേ പരിപാടികൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിരിക്കുകയാണോ? ഇതൊന്നുമല്ല പറയുന്നത്. ദൈവം തമ്പുരാൻ നിങ്ങളെ ചികിത്സിച്ചിട്ടുണ്ടോ? കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുകയാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. സർവശക്തൻ നിങ്ങളെ ചികിത്സിച്ചിട്ടുണ്ടോ? ആ ചികിത്സയ്ക്ക് വിധേയപ്പെടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് നടന്നിരിക്കുകയില്ല, കുറച്ച് ദിവസം എടുക്കും. കർത്താവ് ആ കാര്യം ഏറ്റെടുക്കാൻ തയ്യാറാണ്. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലൊക്കെ 6-ന്റെ 1 വായിക്കുമ്പോൾ ആ ക്ലിനിക്കിൽ കർത്താവ് മുറിച്ച് ഞെക്കി കഴുകി വെച്ച് കെട്ടി പിന്നെയും അടുത്ത ദിവസം വന്ന് ഡ്രസ്സ് ചെയ്ത് അങ്ങനെയൊക്കെ 6 വായിക്കണം, 7 വായിക്കണം, 14 വായിക്കണം. ഇവിടെ എല്ലാം ചികിത്സകൾ നടക്കുക. അപ്പോൾ ഇന്ന് കർത്താവ് ഈ വാക്യം വായിച്ചപ്പോൾ നമ്മളൊരു ടീമാണല്ലോ ഇത്, എത്ര ആയിരക്കണക്കിന് ആൾക്കാരല്ലേ ഇത് സ്ഥിരം കേൾക്കുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം എന്നോട് ഇങ്ങനെ മനസ്സിൽ പറയുക, മോനെ ചിലർ രക്ഷപ്പെടണമെങ്കിൽ ഞാനൊന്ന് ചികിത്സിച്ചേ പറ്റൂ. ഞാനൊരു വെള്ളം കൊടുത്താലെന്നും ഞാനൊരു വാക്ക് പറഞ്ഞാലെന്നും ഞാൻ പ്രവചിച്ചാലെന്നും അവർ രക്ഷപ്പെടുകയല്ല. അവരോട് പറ, ചികിത്സയ്ക്ക് വിധേയപ്പെടണം. ആയുർവേദത്തിനകത്ത് എനിക്ക് ആയുർവേദമാണ് കൂടുതലും പണ്ടത്തെ ചികിത്സ. ഇപ്പോൾ ഓടിച്ചെന്നിട്ട് ഒരു ഇംഗ്ലീഷ് മെഡിസിൻ അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ചിലപ്പോൾ തിരുമുക, കിഴിയിടുക, എനിക്ക് ഒത്തിരി കാര്യങ്ങളല്ലേ. ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നത് ആ ചികിത്സ. നിങ്ങൾ രക്ഷപ്പെടാൻ ദൈവത്തിൻ്റെ ഒരു ചികിത്സ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ആ വാക്ക് തന്നെ ഞാൻ പറയുന്നു. മലയാളത്തിൽ ആ പദം വളരെ ഗംഭീരമാണ്. ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ ആ പദം കിട്ടിയെന്നിരിക്കുകയില്ല. പക്ഷെ മലയാളത്തിൽ ആ പദം അന്വർത്ഥമാണ്. ചോദിക്കുന്നു ദൈവം, ചികിത്സയ്ക്ക് വിധേയപ്പെടാൻ മനസ്സുണ്ടോ? അതെയോ നിങ്ങളിങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് ഒരു 1.5 രൂപയുടെ പ്ലാസ്റ്റർ ഒട്ടിച്ച് ഞാനിങ്ങനെ മുറിവ് ആരും കാണാതെ കൊണ്ട് നടക്കുവാണോ? അതെയോ ദൈവം ചികിത്സിച്ചത് ഞെക്കി കഴുകി അതിനകത്തെ പഴുപ്പെടുത്ത് കളഞ്ഞ് നിങ്ങളെ നശിപ്പിക്കുന്ന ബാക്ടീരിയകളെല്ലാം പുറത്ത് ചാടിച്ച് ഇനി ബാക്ടീരിയ അകത്ത് കയറാതിരിക്കാൻ ആ തുറന്നു കിടക്കുന്ന മുറിവ് കെട്ടി ഉണക്കി ചികിത്സിച്ച് നിങ്ങളെ ഒരു മനുഷ്യനാക്കും. നാറ്റം വെച്ച് പുഴുവരിച്ച് ചലം ഒലിപ്പിച്ച് പഴുത്ത് വീർത്ത് വയറും വീർത്ത് കണ്ണും കുഴിഞ്ഞ് വല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ സ്വർഗം ചികിത്സിച്ച ഒരാളാണ്. ആരാ നിങ്ങളെ ചികിത്സിച്ച? കേരളത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പേരെൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല.
പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ പോയി അഡ്മിറ്റ് ആകണം. പിന്നെ ആസ്പത്രിക്കാർ പറയുന്ന ആഹാരമേ കഴിക്കാൻ പറ്റുള്ളൂ, അവർ പറയുമ്പോഴേ പുറത്തു പോകാൻ പറ്റുള്ളൂ, അവർ പറഞ്ഞ പോലെ അവിടെ കിടന്നോളണം, പിന്നെ ചാടാനും മറിയാനൊന്നും പറ്റില്ല. അഡ്മിറ്റായാൽ തമ്പുരാൻ അഡ്മിറ്റായി കൊടുക്കാമെങ്കിൽ ഒരു കാര്യം ദൈവം പറയുന്നു, ഞാൻ ചികിത്സിച്ച് നിന്നെ മിടുക്കനാക്കാം. ഈ കൊഴുപ്പടിഞ്ഞതും നീ ശ്വാസം മുട്ടുന്നതും നീ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും ഈ ഞെട്ടുന്നതും വിറയ്ക്കുന്നതൊക്കെ നിർത്തി ഞാൻ ചികിത്സിച്ചൊരു മകനായി മകളായി പുറത്തു കൊണ്ടുവരാമെന്ന് കർത്താവ് നിന്നെ ഏറ്റെടുക്കുക. ചില വൈദ്യന്മാർ പറയും ഞങ്ങൾ ഏറ്റാൽ ഏറ്റതാ, ഇല്ലെങ്കിൽ പറയും ഞങ്ങളെക്കൊണ്ട് പറ്റിയില്ലെന്ന് പറയും. തമ്പുരാൻ പറയുന്നു, നിൻ്റെ കുടുംബത്തെ നിന്നെ ഞാൻ ചികിത്സിക്കാം. ഞാൻ ഏറ്റു. പഴച്ചൊന്നും പോകത്തില്ല, പെട്ടും പോകത്തില്ല. ഞാൻ ഏറ്റു. പറ്റുമോ? അഡ്മിറ്റാകാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ക്ലിനിക്കിൽ. ഈ വാക്ക് പറഞ്ഞ് നിർത്തട്ടെ. 7:1 ഹോശയ. ഞാൻ ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ, കർത്താവ് ചികിത്സ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫ്രായിമിൻ്റെ അകൃത്യവും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. ആ വെളിപ്പെട്ടു വരുന്നു എന്നുള്ള വാക്ക് കണ്ടോ? ഈ ദുഷ്ടതയും പിന്നെ അകൃത്യവും എല്ലാം ഇതിനകത്ത് ഇങ്ങനെ കടിഞ്ഞു കിടക്കുക. കണ്ടാൽ പറയുകയില്ല. പ്രാർത്ഥന ആരാധനയൊന്നും കണ്ടാൽ പറയുകയില്ല. അയ്യോ ഇന്നലെ ഞായറാഴ്ച വന്ന കണ്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് അടിഞ്ഞു കിടക്കുന്ന പലതും അങ്ങ് ഇളകും. വീണ്ടും ഞാൻ ആയുർവേദ വൈദ്യനെ ഒന്ന് കൂട്ടുപിടിക്കുക. വൈദ്യന്മാർ പറയും ഈ കഷായം അങ്ങ് കഴിച്ച് ഈ ലേഹ്യം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇളകും, ശരീരം ഒന്ന് ഇളകും, ആപ്പാടെ ഉള്ളങ്ങ് ഇളകും. ചിലപ്പോൾ ശരീരം ഉലയരുത്, തൊട്ടാൽ ചിലപ്പോൾ നീര് വരും. കാരണം അയാൾ ആദ്യം അങ്ങ് ഇളക്കാൻ കൊടുത്തു, ഉള്ളിൽ കിടക്കുന്ന പിത്തോ നീരുമെല്ലാം. എന്നിട്ടാണ് രോഗം മാറാനുള്ള നല്ല മരുന്ന് കൊടുക്കുകയുള്ളൂ. തമ്പുരാൻ ചികിത്സ തുടങ്ങിയപ്പോഴേ മിടുക്കനാന്നും പറഞ്ഞിരുന്ന നല്ല പിള്ളേരുടെ അകത്ത് കിടന്ന സംഭവമൊക്കെ അങ്ങ് ഇളകാൻ തുടങ്ങി, അതങ്ങ് വെളിപ്പെടാൻ തുടങ്ങി. അതങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്തോ നല്ല സിസ്പാക്ക് പോലെ ആ ഗ്രഹണി പിടിച്ച പോലത്തെ വയറ് വീർത്തതും കണ്ണ് കുഴിഞ്ഞതൊക്കെ അങ്ങ് മാറി. ആൾക്കാർ ചോദിച്ചു എന്നെ പറ്റി? ദൈവം ചികിത്സിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ. 2 മാസം കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്നെ ഇത്രയും മാറ്റം, എന്നെ ഇത്രയും സന്തോഷം, എന്നെ എന്താ ഇത്രയും ഇങ്ങനെയല്ലായിരുന്നല്ലോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ. ഇപ്പോൾ ഒരു മറുപടി പറയാൻ പറ്റും, നല്ലൊരു ചികിത്സ കിട്ടി. എവിടെന്നാ? സർവശക്തനായ ദൈവത്തിന്. മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ. ആണ്ടിലൊരിക്കൽ ഒന്ന് അഡ്മിറ്റ് ആകണമെന്ന് ചികിത്സിക്കാൻ. ദൈവം പറയുന്നു തീരുമാനിച്ചു, കുടുംബമായിട്ട് തീരുമാനിച്ചു, കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുക, അഡ്മിറ്റാകുക. ദൈവം ചികിത്സിച്ച് പുറത്തു കൊണ്ടുവരും. ഒരു സംഭവമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ, രക്ഷപ്പെടും. എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എല്ലാ പ്രശ്നവും തീരും. നിങ്ങളുടെ വീട്ടിൽ കിടന്ന് കറങ്ങുന്ന ശാപം പോലെ ഒക്കെ പൊക്കോളും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനുഷ്യനെ ചികിത്സിക്കുന്ന ദൈവം, അപ്പാ അങ്ങേപ്പോലെ ആരുമില്ലപ്പാ. അങ്ങ് ആരാ? അത്ര മഹാന. ഞങ്ങളെ ഇത്രയ്ക്ക് കരുതുന്നതിന് നന്ദി. ഈ വചനം കേട്ടവർ ആരെങ്കിലും അങ്ങയുടെ ഒരു ചികിത്സ അനിവാര്യവും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഞങ്ങൾ തിരുമുമ്പിൽ വരുന്നു. കർത്താവ് അവരെ അഡ്മിറ്റ് ചെയ്യണം, ചികിത്സിക്കണം. ദൈവം ചികിത്സിച്ച മക്കളെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. സ്വർഗ്ഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.